എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ചന്ദൻ്റെ വശത്തുള്ള റോസമ്മ ചേച്ചിയുടെ വീട്ടിലാണ്. ഏകദേശം 80 വയസ്സോളം പ്രായമായ ഒരു ചേച്ചിയാണ്. പ്രായമായ ഒരുപാട് അസുഖങ്ങളുള്ള ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്, ഇവിടുത്തെ രോഗ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെ തുടങ്ങണമെന്നതറിയില്ലെന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ അയൽവക്കക്കാരിയായ റോസമ്മ ചേച്ചിയുടെ വീട്ടിലാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ഡ്രൈവർ ബാബു ഒക്കെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇരിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും തീരുമാനിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാനീ ഏതാണ്ട് 1 മാസത്തോളമായി അല്ലേ റോസമ്മ ചേച്ചി? 1 മാസം മുമ്പ് ഞാൻ മാച്ചന്തോട്ട് നിന്ന് വരുന്ന സമയത്ത് എന്നെ വേദനിപ്പിച്ച ഒരു രംഗം കാണുകയുണ്ടായി. ഞാൻ ബൈക്ക് നിർത്തി നോക്കുമ്പോൾ 80ാമത്തെ വയസ്സിലെത്തിയ എൻ്റെ അയൽവക്കക്കാരിയും ഞാനൊക്കെ ഒരു സഹോദരി തുല്യം സ്നേഹിക്കുന്ന റോസമ്മ ചേച്ചി അത് തീർത്തും വയ്യാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് പോലും ഒരു മഴു എടുത്ത് നടുവിന് കൈയും കുത്തി വിറക് ആയാസപ്പെട്ട് കുത്തി കീറുന്നൊരവസ്ഥ ഞാൻ കാണുന്നത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയത്. ഞാനത് റോസമ്മ ചേച്ചി അറിയാതെ പിന്നിലൂടെ വന്നുകൊണ്ട് ഞാനത് വീഡിയോയിൽ പകർത്തി. അപ്പോൾ വിറക് കീറുന്നതിനിടയ്ക്ക് ഒന്ന് ശ്വാസം വലിക്കാൻ വേണ്ടി നിവർന്ന് നിൽപ്പണ റോസമ്മ ചേച്ചി എന്നെ കാണുന്നത്. വേദനയോടൊന്ന് ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ റോസമ്മ ചേച്ചി വയ്യേ? എന്നോട് പറഞ്ഞു, വയ്യ കുഞ്ഞുമോനെ, തീർത്തും വയ്യ. പിന്നെ ആരതൊക്കെ ചെയ്തു തരാനുള്ളേ? ശരിയാണ്, 1980 മുതൽ എനിക്ക് റോസമ്മ ചേച്ചിയെ പരിചയമുണ്ട്. അന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്ന റോസമ്മ ചേച്ചി ഭിന്നശേഷിക്കാരിയാണ്. കാലിന് തീരെ വയ്യ. ഇപ്പോഴാണ് ഇത്രയും നടക്കാൻ പറ്റുന്നത്. അന്നതും വയ്യായിരുന്നു. ഞാൻ ചരിത്രം പറയുകയല്ല, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ കേൾവിക്കാരതൊന്നും അറിയണ്ടേ. അന്നത്തെ റോസമ്മ ചേച്ചിയുടെ അവസ്ഥ പറഞ്ഞാൽ 4 ഭാഗവും തെങ്ങോലോട് മറച്ച ഒരു കൊച്ചു കൂര, അതിൻ്റെ മേൽക്കൂരയും ആ തെങ്ങോട് തന്നെ ദ്രവിച്ച് തീരാറായ ഒരു കൊച്ചു കൂര. അതിൽ റോസമ്മ ചേച്ചി, അന്ന് ചേച്ചിയുടെ അപ്പനും ഉണ്ടെന്ന്. പിന്നീട് 86-ൽ അപ്പം മരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നേരത്തെ മരിച്ചുപോയി. ആ വീട് ജപ്തി ചെയ്യാൻ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ആ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി 3.25 സെൻറ്റേ ഉള്ളൂ. ആ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇവിടെ വന്നു. അന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് ഇടപെട്ട് ആ വിഷയം പറഞ്ഞു തീർക്കലുണ്ടായത്. അത് അവർ ജീവിക്കാൻ നിർവാഹനം കൊടുത്തപ്പോൾ ഒരു ബുക്ക് ബൈൻഡിങ് പ്രസ് ആരംഭിച്ചു. കുറച്ച് പേരെ കൂട്ടിയിട്ട് KFC അല്ലേ എടുത്തേ അല്ലേ? KFC ലോണൊക്കെ എടുത്തിട്ട് ആ ലോണിൻ്റെ 3 ഇരട്ടി അടച്ചു. ഈ ജപ്തി ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ചില നടപടികൾ ഞങ്ങളൊക്കെ കൈക്കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ MLA ഗിരിജ സുരേന്ദ്രൻ പോയി കണ്ടതും. വീട്ടിൽ പോയിട്ടില്ലേ പ്രസംഗിച്ച് നമ്മളൊന്നും? പാലക്കാട് വീട്ടിൽ പോയി കണ്ടു. എന്തായാലും അവര് ഒരു നല്ല ഇടപെടൽ നടത്തി. ഒടുവിൽ മറ്റേ ആധാരത്തിൽ വെച്ച് അത് ജപ്തി ഭീഷണിയെല്ലാം ഒഴിവായി കിട്ടി. പിന്നെ 2003-ൽ രാജൻ മാഷ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് അല്ലേ വീട് കിട്ടിയത്. ആ പഴയ ആ കൂര ഒന്ന് പൊളിച്ചു മാറ്റി ഒന്ന് കിടക്കാനുള്ള വാസയോഗ്യമായൊരു വീടായിട്ട് കിട്ടി എന്നാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് സഹായം കിട്ടി. അങ്ങനെ ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഈ ഒരു വീട് അവിടേക്ക് എത്തി. പിന്നെ ഈയിടെ വീണ്ടും അത് ചോർന്നൊലിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഹോളി ഫാമിലി, പെണ്ണുങ്ങളുള്ള ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇതൊന്ന് കാണുകയും അവരുടെ മനസ്സലിഞ്ഞ് അവിടെ കുറെ ഫണ്ടൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ആ അടുക്കള ഒന്ന് പുനർനിർമ്മാണം ചെയ്തതുപോലെ തന്നെ ഒരു അടുപ്പൊക്കെ സജ്ജീകരിച്ചു. ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ഏക വരുമാനം എന്ന് പറയുന്നത് റോസമ്മ ചേച്ചികളുടെ ഈ പെൻഷൻ മാത്രമാണ്.
നമ്മൾക്കറിയാം, ഒരു കൊച്ചു കുടുംബം ജീവിച്ചു പോകണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അങ്ങനെ അവസ്ഥയിലാണ് നമ്മൾ റോസമ്മ ചേച്ചിയെ കുറിച്ച് ചിന്തിക്കുന്നത്. തനിയുള്ള ജീവിതം, വയസ്സ് 80 എല്ലാവിധ രോഗങ്ങളും ഉണ്ട്, കാലൂടെ അടക്കാൻ വയ്യ, ഭിന്നശേഷിക്കാരിയാണ്. ഏക വരുമാനം എന്ന് പറയുന്നത് ഈ പെൻഷൻ മാത്രം. പിന്നെ നമസ്കാരമുണ്ട്, ഞാൻ ബാബുവാണ്. നിങ്ങളല്ലേ സ്ഥിരം കൊണ്ടുപോകുന്നവരെ? അതെ, ഞാൻ തന്നെ സ്ഥിരം കൊണ്ടുപോകുന്നത്. സ്ഥിരം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിളിക്കാൻ പറ്റുമ്പം വിളിക്കും, അല്ലെ അടുത്ത് ആരെങ്കിലും വന്ന് അവിടെ വന്ന് പറയും, അല്ലെ അടുത്ത് അറിയാവുന്നവർ, ഒന്നെങ്കിൽ ആ കുഞ്ഞുമോന് അല്ലെങ്കിൽ സണ്ണി, അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഓടി ഇവിടെ വരും. ഇവിടെ വരുമ്പം ചിലപ്പം എണ്ണിക്കാൻ മേലാത്ത കണ്ടീഷനായിരിക്കും. ചിലപ്പം നമ്മളിവിടെ കാത്തു നിന്ന് എല്ലാ തുണിയൊക്കെ ഉടുപ്പിച്ച് വേണം കൊണ്ടുപോകാനും. വയ്യായിരിക്കും, പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അങ്ങനെ ഡോക്ടറെ കാണിക്കും. വഴിപോക്കര് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഓടി വണ്ടിയായിട്ട് വരുന്നത്. ഒരു ദിവസം വരുമ്പോൾ റോഡിൽ വീണ് കിടക്കുകയാണ്, എണ്ണീക്കാൻ പറ്റാതെ കൊണ്ട് കിടക്കുകയാണ്. അവിടുന്ന് എണ്ണീക്കാൻ പറ്റില്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ മറ്റോ ആയി എന്നാണ് പറയുന്നത് വീണിട്ട്. അവിടുന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ച് ഇവിടെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളും കൂടെ ഉണ്ട്. ഈ കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ ആരുടെയും കയ്യിൽ 10 പൈസ ചിലപ്പോൾ ഉണ്ടാകുകയില്ല. എന്നിട്ട് നല്ല മനസ്സുള്ളവർ അവിടെ ഇവിടെ അന്യനാടുകളിലൊക്കെ ഓരോ സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ അവനവൻ്റെ നാട്ടിലുള്ളവരെങ്കിലും എന്തെങ്കിലും നല്ല മനസ്സ് തോന്നി ഒരു സഹായം ഇവർക്കും കൂടെ ചെയ്താൽ ഒരു ജീവൻ അത് നിലനിന്ന് പോവും. അതാ എനിക്കും പറയാനുള്ളത്. ശാരീരിക വേദന മാത്രമല്ല, അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളും നിത്യവൃത്തി കഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട് വരെ ഉണ്ട് അവർക്ക്. അതാണ് അതിനകത്ത് പറയാൻ പറ്റാത്ത അവസ്ഥകളെന്ന് പറഞ്ഞാൽ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ദിവസം മാത്രമേ ഉള്ളൂ. നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ പോലും ബുദ്ധിമുട്ടായിട്ടാണ് ഓരോ ദിവസങ്ങളും പോകുന്നത്. നമ്മൾ കണ്ടോണ്ട് നമുക്ക് പോയിരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെച്ചാൽ നമുക്ക് പോലും ഇറങ്ങുകയില്ല. ഉള്ള പങ്ക് നമുക്കും എടുത്തോണ്ട് വരാൻ തോന്നും. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടില്ലെങ്കിലും ശരീരം കൊണ്ടുള്ളതും നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. റോസമ്മ ചേച്ചിയെ കാണുന്നവർക്ക് പ്രായമുള്ള കുറവട്ട തോന്നുക, കാരണം മുടി കൈയിട്ട് നരച്ചില്ല എന്നാ. അവിടെ പാരമ്പര്യത്തിന് അങ്ങനെയാ. വയസ്സ് 80 ആവാറായി. മാത്രമല്ല രോഗത്തിന്റെ കൂടാ ഈ വാർദ്ധക്യവും അതുപോലെ ഈ രോഗപീഠകളും ഒക്കെ പാടെ കുഴഞ്ഞും പറഞ്ഞൊരു ജീവിതം. അല്ല, ഭക്ഷണം പിന്നെ കഴിക്കേണ്ട കാര്യമില്ല, നല്ല ഗുളികകളുണ്ട്. അല്ല, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്താ അറിയോ, നമുക്കറിയാലോ ഈ തുച്ഛമായ പെൻഷനും പിന്നെ ഈ നാട്ടുകാരെ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്ന റോസമ്മ ചേച്ചിക്ക് സന്മനസ്സുള്ളവർ സഹായിക്കണം. ഒരു ജീവിതമല്ലേ, മറ്റാരും സഹായിക്കാനില്ല, അപ്പനില്ല, അമ്മയില്ല, പിന്നെ 1-2 സഹോദരിമാരുള്ളവരൊക്കെ പ്രായാധിക്യമുണ്ട്, അവർ ഒരുപാട് ദൂരെയാണ്, ആരുമില്ല, തനിച്ചാണ്. നടന്നു പോകണമെങ്കിൽ തന്നെ ബാബു പറഞ്ഞ പോലെ എങ്ങനെ വണ്ടി വിളിക്കണം, വണ്ടിക്ക് പൈസ വേറെ വേണം, മരുന്നിന് പൈസ വേറെ വേണം, നിത്യചെലവ് കഴിച്ചുകൂടെ വേറെ പൈസ വേണം. കഴിയുന്ന പരമാവധി സഹായിച്ചാൽ അവർക്കൊരു ജീവിതമാവും. മരിക്കുന്നവരെ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുവദിക്കട്ടെ. എല്ലാവരുടെയും കരുണ അതിനുണ്ടാവട്ടെ. റോസമ്മ ചേച്ചി ചില കാര്യങ്ങൾ പറയും അല്ലേ. ഒരു മാസം ചുരുങ്ങിയത് മരുന്നിന് മാത്രം ഇന്ത്യയിലവ് വരും. മരുന്ന് തന്നെയല്ല എല്ലാ ചെലവും. അല്ല, മരുന്നിന് മാത്രം 10,000-ന് മുകളിൽ വരില്ലേ? വരും. വണ്ടിക്കൂലി വേറെ വരും, ഓട്ടോക്കൂലി വേറെ വരും. 12,000 രൂപ, 5,000 രൂപ എങ്ങനെ വരും ഒരു മാസം? അത് തന്നെ 5,000-ന് മുകളിൽ വന്നിട്ടുണ്ട് ചില മാസം. വന്നിട്ടല്ലേ? നിത്യ ചെലവ് വേറെ. എങ്ങനെ കൊണ്ടുപോകണം എല്ലാം കൂടി? ദൈവം കൂടെ ഇരുന്നാലും ഒറ്റയ്ക്ക് ജീവിച്ചാലും മരണം എപ്പോൾ കടന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് സൂക്ഷിച്ച് അങ്ങനെ ദിവസം തള്ളി നിൽക്കുന്നു. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഒന്ന് കുറെ സഹായം ചെയ്തു. മറ്റു ആൾക്കാർ ഇങ്ങനെ ഒറ്റത്തട്ടിയായിട്ട് സഹായിക്കാറുണ്ട്. അതൊന്നും ആകില്ലെങ്കിൽ പോലും ഇനി ഇതുപോലെ ഈ വീഡിയോ കണ്ട ആൾക്കാർ റോസമ്മ ചേച്ചിക്ക് വേണ്ടി കുറെ സഹായം ചെയ്യും, ചെയ്യാതിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് സങ്കടപ്പെടണ്ട, ജീവിതത്തിൽ മാറ്റമൊക്കെ വരും കേട്ടോ. കൈത്താങ്ങനൊക്കെ ആൾക്കാരുണ്ട്. ഇനി വല്ലതും പറയാനുണ്ടോ? എന്താ പറയാനാ, ഇങ്ങനെയൊക്കെ തന്നെ കടന്നു പോകുന്നു. ഈ രോഗം ഇയർ ബാലൻസിന്റെ അസുഖമാണ് എന്നെ ജീവിക്കുന്നത്. പ്രഷർ, അതാ വീഴുന്നു. പ്രഷർ, ഷുഗർ, അൾസർ, അലർജി, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ഇയർ ബാലൻസ്. ഈ മധുരമിഠായി ചാനലേ യൂട്യൂബറാണ്, നമ്മുടെ സുഹൃത്താണ് ബിനോയ്. നല്ല കലാകാരൻ കൂടിയാണ്, മനസാക്ഷിയുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ
ഇതുപോലെ പല വീഡിയോ പകർത്തിയിട്ട് അവരെ ദുരിതത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ട്. ആ ചാനലിൽ സത്യം പറയാൻ നന്ദി പറയാട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. യൂട്യൂബില് പ്രത്യേകിച്ച് വിനോദിക്ക് നന്ദി പറയണം. ഞാനത് എപ്പോൾ കണ്ടാലും ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന ഇത്രയും ഷെയർ ചെയ്യുക. അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ ബിനോയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തന്നെ ബിനോയോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ബിനോയോട് വന്നിട്ട് പറഞ്ഞത് ഇന്ന മാതിരി ഒരാളുണ്ട് അതൊന്ന് ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം അതാണ് അവിടെ വന്നത്. അല്ല, ബിനോയെ സംബന്ധിച്ച് ഇതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കുക. അല്ലാണ്ട് പ്രതിഫലം അങ്ങനെയല്ലോ. അതുകൊണ്ട് എന്തായാലും മധുരമിഠായിക്ക് കുറെ റീച്ച് ഉണ്ടാവട്ടെ. അതുപോലെ ഇത് കണ്ടുകൊണ്ട് കുറെ സന്മനസ്സുകള് ഞങ്ങളുടെ റോസേജി സഹായിക്കട്ടെ. ദൈവം അവരൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. പിന്നെ അയൽവക്കാർ നമ്മുടെ ലില്ലി, അതുപോലെ വിനോദ കുറെ പേര് സഹായിക്കും. ലില്ലിയും സണ്ണിയൊക്കെ നല്ലപോലെ സഹായിക്കും. എന്ത് പ്രശ്നം ഓടിയിരുന്ന് വിളിച്ചാൽ മതി. പിന്നെ കടയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് തരുന്നൊക്കെ സണ്ണിയാണ് അധികം. അവരൊക്കെ സഹായം ഉണ്ടാവട്ടെ. അതുപോലെ ഇനി സഹായിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരട്ടെ. മഴയൊക്കെ ആയത് കാരണം ഭയങ്കര അസ്വസ്ഥതയാ. കൈക്കും കാലിനും എല്ലാം വേദന, തലവേദന, നടുവേദന, എല്ലാ രോഗങ്ങളും കൂടെ ഇളകി തീർന്നിരിക്കുക. അപ്പോൾ ക്ഷീണ മരുന്ന് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആശാവർക്കർ. പോകാൻ പൈസ വേണ്ടേ? പാറക്കയത്തിന് പോണേ 100-500 രൂപ വേണം. തച്ചമ്പാറ പോയി വരണമെങ്കിലും അത് തന്നെ കണക്ക്. ഇവിടുന്ന് അനങ്ങിയാൽ പൈസ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. ഇതാ ഇങ്ങനെയാണ് റോസമ്മച്ചി നടന്നു വരുന്നത് കേട്ടോ. ചേച്ചി ഒന്ന് വന്നേ പതുക്കെ, വേണ്ട കേട്ടോ. വീട്ടിലായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വേഗത്തിൽ നടക്കാൻ പറ്റുന്നത്. പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല പ്രതലായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും വരും. കാരണം കാല് തീരെ വയ്യ. ആ കാല് കാണിച്ചു കൊടുത്തേ ചേച്ചി. കണ്ടോ, ഇതാണ് കാലിൻ്റെ അവസ്ഥ. ഈ കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ, അതും 80 വയസ്സായ ഒരു സ്ത്രീ ഈ കാല് വെച്ച് ഇങ്ങനെ നടക്കുന്നതിൽ അത്ഭുതം തോന്നാറുണ്ട്. ദൈവത്തിന് നന്ദിയും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ബാബു പറഞ്ഞ മാതിരി വഴിയിലൊക്കെ വീടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീടുമ്പോൾ അതുപോലുള്ള ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണണം കേട്ടോ. നമുക്കൊക്കെ ജീവിതം എവിടെ വെച്ചാൽ ഗതി മാറുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ റോസമ്മ ചേച്ചിയുടെ നമ്പർ, ഫോൺ നമ്പർ ഒന്ന് പറയാം കേട്ടോ. 75 60 93 78 11 7560937